വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. നമ്മുടെ എക്സാമിങ് അടുത്തു അല്ലേ? അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട്. ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതും. അതായത് ആ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു ഭാഗമാണ് NCFT 2009 എന്ന് പറയുന്നത്. ഓക്കെ, NCFT 2009 അതുപോലെ തന്നെ NCTയും കൂടെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ തന്നെ യൂണിറ്റ് 4 ആൻഡ് മൊഡ്യൂൾ 4 പോളിസീസിലാണ്. ഈ ഒരു ഹിസ്റ്ററി ആൻഡ് പോളിസീസ് എന്നൊരു മൊഡ്യൂൾ ഉണ്ടല്ലോ, മൊഡ്യൂൾ 4. അപ്പോൾ അതിൽ അവസാനമായിട്ടാണ് നമ്മുടെ ഈ NCT ആൻഡ് NCFT, പിന്നെ അത് കൂടാതെ തന്നെ UGC വരുന്നുണ്ട്, ദെൻ NCERT, SCERT, SSA, RMSA, റൂസ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ടോപ്പിക് ആയിരിക്കും ഈ NCFT 2009 എന്ന് പറയുന്നത്. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് ഈ ഒരു NCFT ആൻഡ് NCT എന്ന് പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൽ ആദ്യം നമ്മൾ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സഹായിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടെ, ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാതെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം തന്നെ NCFT 2009 അതിൻ്റെ ഫുൾ ഫോം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. NCFTൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ള കാര്യം. കാരണം ഞാനിത് ഫുൾ ഫോം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നെറ്റ് എക്സാം എഴുതിയ സമയത്ത്, ഞാൻ നേരത്തെ നെറ്റ് എക്സാം എഴുതിയ സമയത്ത് അതിൽ വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു, NCTൻ്റെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ. NCTൻ്റെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. NCTൻ്റെ ഫുൾ ഫോം ആണ് ക്വസ്റ്റൻ. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? NCTൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം അറിയുന്ന ഒരു കാര്യമാണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നാണെന്നുള്ളത്. പക്ഷേ അതിൽ ഓപ്ഷൻസ് വന്നത് എങ്ങനെയായിരുന്നു? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ എ, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ ബി, നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ സി ആൻഡ് നാഷണൽ കമ്മീഷൻ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അങ്ങനെയായിരുന്നു 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയിൽ നിന്നായിരിക്കും മേ ബി ക്വസ്റ്റ്യൻസ് വരുന്നത്. പഠിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് തന്നെ ഈ ഓഫും ഫോറും കുത്തും കോമയും കൂടെ ഉൾപ്പെടുത്തി പഠിക്കാന്ന് പറയില്ലേ, അതുപോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. നാഷണൽ NCFTൻ്റെ ഫുൾ ഫോം ഇതാണ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 ഇസ് എ ഗൈഡ് ലൈൻ ഫ്രെയിംവർക്ക് ഡെവലപ്ഡ് ബൈ ദ NCTE. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി, ശ്രദ്ധിച്ചോ. വിച്ച് ഈസ് ആൻ ഇന്ത്യൻ ഗവൺമെന്റ് ബോഡി ലോഞ്ച്ഡ് അണ്ടർ ദി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് 1993 in 1995. അതായത് ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന്, അതിന്റെ ഫുൾ ഫോം അല്ലേ, അത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ചാൻസ് എന്ന് വെച്ചാൽ എന്താണ് ഫുൾ ഫോം എന്നായിരിക്കില്ല ചോദിക്കുക, പക്ഷെ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ചോദിക്കാം. പിന്നെ അതാരാണ് അത് ഡെവലപ്പ് ചെയ്തത്? NCFT ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ NCTE ആണ്. അപ്പോൾ NCTൻ്റെ ഫുൾ ഫോം എന്താ? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. വിച്ച് ഇസ് ആൻ ഇന്ത്യൻ ഗവൺമെന്റ് ബോഡി ലോഞ്ച്ഡ് അണ്ടർ ദ NCTE ആക്ട് 1993 in 1995. ആക്ച്വലി NCTE വന്നത് 1995 ഏത് ആക്ടിലൂടെയാണ്? NCTE 1993 ആക്ടിലൂടെയാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. NCTE എസ്റ്റാബ്ലിഷ്ഡ് ആയത് 17th August 1995 ആണ്. എപ്പോഴാണ്? 17th August 1995 ആ ഏത് ആക്ടിലൂടെയാ? 1993 ആക്ടിലൂടെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു സ്ലൈഡിലുള്ള കാര്യം എല്ലാം നന്നായിട്ട് നോക്കണം, അത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇനി NCTE പറയുകയാണെന്നുണ്ടെങ്കിൽ, NCTൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. 17th August 1995 അത് എസ്റ്റാബ്ലിഷ്ഡ് ആയതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ NCFT ആണെങ്കിലും NCTE ആണെങ്കിലും അത് എന്തിനാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയതെന്ന് ചോദിച്ചാൽ അത് ആ പേരിൽ തന്നെ ഉണ്ട്, ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടും. ഇപ്പം NCTൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഓക്കെ, നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനായിട്ടാണ് NCTE വന്നിരിക്കുന്നത്. ഇപ്പം NCFT ആണെങ്കിലോ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ കരിക്കുലത്തിൻ്റെ ക്വാളിറ്റി അത് എൻഷുർ ചെയ്യണം. ആൻഡ് അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സിൻ്റെ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്
NCFTൻ്റെയും NCTൻ്റെയും പേർപ്പസ് ആയിട്ട് വരുന്നത്. So NCT as a statutory body came into existence in pursuance of the National Council for Teacher Education Act 1993, enforced on 17th August 1995. So the National Policy on Education 1986 and the Program of Action 1992 envisaged a National Council for Teacher Education with a statutory status. അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തത് ആരാന്ന് നോക്കിക്കേ, NEP 1986ഉം അതുപോലെ തന്നെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ആണ്. ഓക്കെ, NEP 1986ഉം പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. അപ്പോൾ അവരാണ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് NCTക്ക് കൊടുത്തത്. അപ്പോൾ ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി the National Council for Teacher Education since 1973 was an advisory body for the central and state government on all matters pertaining to teacher education. അപ്പോൾ അത് ആദ്യം ജസ്റ്റ് ഒരു അഡ്വൈസറി ബോഡി ആയിരുന്നു, ദെൻ പിന്നെയാണ് ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൊടുത്തത് NEP 1986ഉം ആൻഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ആണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. മീൻസ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഇപ്പോൾ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റുന്നുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡിൻ്റെ ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് NCT ഈസ് ഇൻ ഡൽഹി. സോ ഡൽഹിയിലാണ് NCTൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത്. അതും കൂടെ ശ്രദ്ധിക്കുക, അതും എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇറ്റ് ഹാസ് 4 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റെസ്പെക്റ്റീവ്ലി ഇൻ ഭോപ്പാൽ, ഭുവനേശ്വർ, ബാംഗ്ലൂർ ആൻഡ് ജയ്പൂർ. അതും കൂടെ നോക്കി വയ്ക്കുക, കാരണം ഇതൊക്കെയാണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. ബാക്കി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. കാരണം ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അത് നമുക്ക് അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് എന്തായിരിക്കും, ഓഫ് കോഴ്സ് നമ്മുടെ NCT അല്ലെങ്കിൽ NCFTൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹെഡ് ക്വാർട്ടർ ഓഫ് NCT ഡൽഹിയിലാണ്. അതുപോലെ തന്നെ 4 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എവിടേക്കാണ്? ഭോപ്പാൽ, ഭുവനേശ്വർ, ബാംഗ്ലൂർ ആൻഡ് ജയ്പൂർ. ആ 4 എണ്ണമാണ്. അപ്പം അതും നോക്കി വയ്ക്കുക. And the primary objective of the Act is to ensure the proper maintenance of norms and standards in the teacher education system and to regulate the functioning of teacher education institutions. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു proper maintenance of the norms and standards of the teacher education. അതാണ് NCTൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. The Act specifies the composition of the NCTE, including the appointment of members representing various stakeholders such as educators, government officials and experts in the field of education. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സ്കോപ്പ് ഉള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു point എന്ന് പറയുന്നത്. The Act specifies the composition of the NCTE, including the appointment of the members representing the various stakeholders such as ആരൊക്കെയാ, educators, government officials and expert in the field of education. അപ്പോൾ ഇതും സ്റ്റേറ്റ്മെന്റ് ഒരു സ്കോപ്പ് കാണുന്നുണ്ട്. ഇനി the Act provides for the establishment of advisory committees to advise the NCTE on matters related to teacher education, and also NCTE may grant the recognition to institutions for specific teacher education programs such as the Bachelor of Education, that is B.Ed, then Diploma in Education, DLEd and other relevant courses. അപ്പോൾ ഈ നമ്മൾ ഇതുവരെ പഠിച്ച നമ്മുടെ B.Ed ആയിക്കോട്ടെ, DLEd ആയിക്കോട്ടെ, M.Ed ആയിക്കോട്ടെ, TTC ആയിക്കോട്ടെ, അതിലെല്ലാത്തിനും ഉത്തരവാദിത്തം വരുന്നത് ആർക്കാണ്? ഈ NCTക്കാണ്. ആൻഡ് അതിൻ്റെ കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും വരുന്നത് NCFTക്കാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ M.Ed ആൻഡ് B.Ed 2 വർഷമാക്കി മാറ്റി. അപ്പോൾ അത് ആരാണ് 2 വർഷമാക്കി മാറ്റിയത്? NCT ആണ്. NCTൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ അവരാണ് എന്താക്കിയത്, അത് 2 വർഷമാക്കിയിട്ട് മാറ്റിയത്. അപ്പോൾ അങ്ങനെ ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നതാണ് NCTE ആൻഡ് NCFTE. സോ NCFTE നമ്മൾ ഓൾറെഡി പറഞ്ഞു. NCFTE ആരാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത്? NCTE ആണ്. The NCFTE 2009 is based on the principles of lifelong learning, reflective practice and professional development. ആ കാര്യം വരുന്നുണ്ട്. അതായത് NCFTൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഒന്ന് ലൈഫ് ലോങ് ലേണിംഗ്, ദെൻ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്. കാരണം ടീച്ചേഴ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ, ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്.
ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യം, മീൻസ് ടീച്ചേഴ്സ് സർവീസിൽ കയറിയതിന് ശേഷവും അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ ഈ NCT അല്ലെങ്കിൽ NCFTന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, the initial draft of the NCFT 2009 was developed by an expert committee, includes the eminent scholars, teacher educators, teachers, trainee teachers, representatives of the NGOs, okay, representatives of the NGO, faculty of RIEs of NCERT, SCERT, DIET, IASCs, അങ്ങനെയൊക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അതായത് ഇതിന്റെ ഡ്രാഫ്റ്റ് ആരൊക്കെയാണ് നിർമ്മിച്ചത്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കാരണം ഇത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും എങ്ങാനും വന്നാലും എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു പോയിന്റും കൂടെ ഉൾപ്പെടുത്തിയത്. ഇനി മേജർ റെക്കമെൻഡേഷൻസ് ആണ് NCFT 2009ന്റെ മേജർ റെക്കമെൻഡേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. സോ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ നോക്കിക്കേ, ടീച്ചർ എഡ്യൂക്കേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി സൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് മെയിൻലി നമ്മൾ ഈ ടീച്ചേഴ്സ് എല്ലാവരും സൈക്കോളജി പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താ, കുട്ടികളെ നന്നായിട്ട് മനസ്സിലാക്കുക, അവർ ഇൻഡിവിജ്വലി എല്ലാവരും ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് ലേണിംഗ് അവിടെ നടക്കുന്നത്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ മെയിൻലി BEdലാണെങ്കിലും MEdലാണെങ്കിലും DLEdലൊക്കെ സൈക്കോളജി പഠിക്കുന്നത്. അപ്പോൾ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ എന്തിൻ്റെ ബേസിലായിരിക്കണം, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ ബേസിലായിരിക്കണം. ഇനി ടീച്ചർ എഡ്യൂക്കേഷൻ ഷുഡ് പ്രിപ്പയർ ദ ടീച്ചേഴ്സ് ടു ടീച്ച് ഇൻ ഡൈവേഴ്സ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. എസ്പെഷ്യലി നമ്മുടെ NEP 2020 മെയിൻലി പറയുന്നുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച്. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നേരത്തെ തന്നെ വന്ന കാര്യമാണ്, പക്ഷെ NEP 2020 കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്തുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സെറ്റ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഫോക്കസ് ഏരിയ തന്നെയാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ അത് മിസ്സാക്കാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്തത് ചാപ്റ്റേഴ്സ് ഓഫ് NCFT 2009 ആണ്. ചാപ്റ്റേഴ്സ് ആണ്. സോ ഒന്നാമത്തെ ചാപ്റ്റർ കോണ്ടെക്സ്റ്റ്, കൺസേൺസ് ആൻഡ് വിഷൻ ഓഫ് ദ ടീച്ചർ എഡ്യൂക്കേഷൻ. രണ്ടാമത്തെ ചാപ്റ്റർ, അപ്പൊ ഇത് വരാൻ ചാൻസ് ഉള്ളത് ഇപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് NCFT 2009ന്റെ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ വരാത്തത് എന്ന രീതിയിൽ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. കരിക്കുലം ഏരിയാസ് ഓഫ് ഇനിഷ്യൽ ടീച്ചർ പ്രിപ്പറേഷൻ, അതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ. ദെൻ continuing the professional and support for in-service teachers. Then preparing teacher educator. Then ആറാമത്തെ implementation strategies. അപ്പം അങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ NCFT 2009 മെയിൻലി വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഓരോന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വീഡിയോ ജസ്റ്റ് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പറയാത്ത കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. എൻ്റെ അവസാനമുള്ളൊരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായിട്ടാണ് തരുന്നത്. ഓക്കെ, നിങ്ങൾക്കായിട്ട് 2 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്ത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. So, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which policy suggested the conferring autonomous status to the SCERT, NCTE and set up the State Board of Teacher Education? And we have 4 options. Program of Action on NPE 1986, National Policy on Education 1986, National Education Policy 2020, National Commission on Teacher 1983. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. എന്താണ് ആൻസർ എന്നുള്ളത് നോക്കുക. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് ആൻസർ? ഓഫ് കോഴ്സ് നമ്മുടെ ആൻസർ 1, ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഓൺ NPE 1986 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അപെക്സ് ബോഡി ഈസ് റെഗുലേറ്റിംഗ് ദ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ദ കൺട്രി? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വിച്ച് അപെക്സ് ബോഡി ഈസ് റെഗുലേറ്റിംഗ് ദ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ദ കൺട്രി? വി ഹാവ് 4 ഓപ്ഷൻ, NCERT, NCTE, NEPA and UGC. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് NCTE. അടുത്ത ക്വസ്റ്റ്യൻ, according to National Council for Teacher Education, that is NCTE, which of the following is a composite institution? അത് NCTE പ്രകാരം എന്തിനെയാണ് കോമ്പോസിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്?
ഇത് ആക്ച്വലി നമുക്ക് ഈ NCT അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് കിടക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്യണം. ഫസ്റ്റ് വൺ, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് എ സിംഗിൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് എ സിംഗിൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, an institution offering multi-teacher education programs, and finally an institution offering a single diploma program. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മൾട്ടി എന്നുള്ളൊരു മീനിങ് അല്ലേ, അതായത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളതാണ്, അതായത് ഒന്നിൽ കൂടുതൽ ഉള്ളതാണ് ഈ കോമ്പോസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് മൾട്ടി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, PYQ ആണ്, മുൻപ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ പണിയാവും, നമുക്കറിയില്ല അല്ലേ. The National Council for Teacher Education as a regulatory body came into existence. എപ്പോഴാണ് വന്നത്? 17th August 1995 വന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇയർ അറിഞ്ഞില്ലെങ്കിൽ പണിയാണ്. കാരണം ഡേറ്റും മാസം ഒക്കെ ഇവിടെ എല്ലാം സെയിം ആണ് തന്നിരിക്കുന്നത്, ഇയർ മാത്രമാണ് ഇവിടെ മാറ്റി തന്നിരിക്കുന്നത്. സോ 1995 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCT ഈസ് ഹെഡഡ് ബൈ. ഓക്കെ, ഈസ് ഹെഡഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഈസ് ഹെഡഡ് ബൈ ചെയർപേഴ്സൺ, ഡയറക്ടർ, കോർഡിനേറ്റർ, സെക്രട്ടറി. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ചെയർപേഴ്സൺ. ഓക്കെ, ചെയർപേഴ്സൺ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക, ഇതൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ അക്രഡിറ്റഡ് ബൈ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാരണം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ, ഏതൊരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട്, എൻഷുർ ചെയ്യാനായിട്ട് ഒരു വിസിറ്റിന് ഒരു കൂട്ടം ആൾക്കാർ വരും. അതാരാണ്? അത് NAAC വിസിറ്റേഴ്സ് ആണ്. ശരിയല്ലേ? NAAC ആണ്. സോ നമുക്കറിയാം നമ്മുടെ എല്ലാ കോളേജുകളിലും ഈ വിസിറ്റേഴ്സ് വരും ആൻഡ് സർട്ടൻ ഗ്രേഡ് ഒക്കെ നമുക്ക് തരും അല്ലേ. സോ അക്രഡിറ്റേഷൻ തരുന്നത് NAAC-കാരാണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുള്ളതാണ്. സോ ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, NCT വാസ് എസ്റ്റാബ്ലിഷ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണോ, യൂണിറ്റിംഗ് ദ ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ആണോ, ഇൻക്രീസിംഗ് ദ ഫോക്കസ് ഓൺ റിസർച്ചേഴ്സ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ ആണോ, ഡെവലപ്മെന്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അത്ര സിമ്പിൾ ഒന്നും അല്ല. സോ ശ്രദ്ധിച്ച് മാത്രം ആൻസർ പറയാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാവുന്ന രീതിയിലാണ്, നിങ്ങളൊന്ന് ആൻസർ ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യാം? അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അക്കോർഡിംഗ് ടു NCFT 2009 which of the following is not recommended for teacher education? അതായത് റെക്കമെൻഡ് ചെയ്യാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. അക്കോർഡിംഗ് ടു NCFT 2009 which of the following is not recommended for teacher education? To critically examine the school curriculum, syllabi and textbook, to help the prospective teachers to engage with field experiences for construction of knowledge, to teach the learners only through theories to understand the psychosocial attributes, and to help the teachers in developing consciousness and finer human responsibilities through self-reflection. ഇതാണ് 4 ഓപ്ഷൻസ്. സോ അതിൽ വരാത്തത്, റെക്കമെൻഡേഷനിൽ വരാത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ പറയാനുള്ളത്, നമ്മുടെ CCയിൽ ഇപ്പോൾ സെറ്റിനായിട്ട് ഒരു 60 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ 60 days മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ടൈം ടേബിളും എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ്, നമ്മൾ ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ 2 ക്വസ്റ്റ്യൻസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായുള്ളതാണ്. അപ്പോൾ അതും കൂടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.